ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ഒരുപാട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൂടെയുള്ള പലരും നമ്മളെ യൂസ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ നമ്മളോട് പലരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് അവരെന്നെ യൂസ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ അവർ ചുമ്മാ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മളോട് സംസാരിക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്കും തോന്നാറുണ്ട്, നമ്മളോടും പലരും പറയാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കത് അറിയില്ല അവർ ശരിക്കും നമ്മളെ യൂസ് ചെയ്യുകയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്തരം സാഹചര്യങ്ങളിൽ അവർ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതായത് അവർ നമ്മളെ യൂസ് ചെയ്യുക മാത്രമാണെങ്കിൽ അവർ കാണിക്കുന്ന കുറച്ച് അടയാളങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ചുറ്റിലുള്ള ആളുകളെല്ലാം നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിൽക്കാനും എല്ലാം സാധിക്കുകയായിരുന്നെങ്കിൽ എത്രത്തോളം ആളുകൾ പറ്റിക്കപ്പെടുന്നതും അതുപോലെ യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ എണ്ണമല്ല എത്രത്തോളം കുറഞ്ഞേനെ അല്ലേ. നമ്മുടെ ചുറ്റുമുള്ള പലരും നമ്മളോട് പറയാറില്ലേ, അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഈ വഴിക്ക് പോലും കാണില്ല എന്ന്. അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ. ഇന്നത്തെ കാലത്ത് ഒരാൾ നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ നമ്മളോട് സൗഹൃദം കാണിക്കുന്നതെല്ലാം എന്തിനാണെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ പ്രയാസകരമാണ്. എന്നാൽ ഒരാൾ നമ്മളെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനും അവരിൽ നിന്നും ഒരകലം പാലിക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അത്തരത്തിൽ നമ്മളെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളുടെ അടുത്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്ന ആളുകൾ അവർ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ പലപ്പോഴും അവരവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുമുണ്ടാകും. എങ്കിലും അവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളൊന്ന് ഇരുത്തി ആലോചിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാനായിട്ട് ഒരു കാര്യങ്ങളും അവർ നമുക്ക് ചെയ്തു തന്നതായിട്ട് നമ്മുടെ ലിസ്റ്റിലുണ്ടാവില്ല. അപൂർവം ചില സാഹചര്യങ്ങളിൽ, അതും വളരെ റെയറായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരാനായിട്ട് ഒരു കാരണവും ഉണ്ടാകില്ല. അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ അവർ തീർച്ചയായും നിങ്ങളെ യൂസ് ചെയ്യുക തന്നെയാണ്. അതുപോലെ അടുത്തത് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അവരത് ചൂണ്ടിക്കാണിക്കും, അല്ലെങ്കിൽ അത് വിളിച്ചു പറയും. അത്തരത്തിൽ ഞാൻ നിനക്ക് ചെയ്തു, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു, അത്തരത്തിൽ ഞാൻ നിന്നോട് ചെയ്തത് കൊണ്ടാണ് ഞാനിത് നിന്നോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, നീ ഇതൊന്ന് ചെയ്തു തരാവോ, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കും അവരുടെ ഒരു തുടക്കവും അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതും. അതുപോലെ തന്നെ ഇത്തരം ആളുകൾ നമ്മൾ ചെയ്ത കാര്യത്തിൽ ഒരു തിരുത്തൽ കൊണ്ടുവരും. നിനക്ക് അങ്ങനെ ചെയ്തു തന്നത് ഓക്കെ ആണ്, പക്ഷെ നിനക്കത് ഇത്തരത്തിൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നത്, അതിനെക്കുറിച്ചെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരും. അത്തരം ആളുകൾ കാണിക്കുന്നത് അവരുടെ ഒരു ലക്ഷണമാണത്. അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു എന്ന് വിളിച്ചു പറയുന്നു. അങ്ങനെയെല്ലാം ചെയ്യുന്ന ആളുകൾ നിങ്ങളെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ആവശ്യം അതായിരിക്കും അവരെപ്പോഴും നമ്മുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും അവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നതും സംസാരിക്കുന്നതും. അത് ഓട്ടോമാറ്റിക്കലി അവർ നമ്മളോട് കൺവേ ചെയ്യുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും അവർ യാതൊരുവിധ വിലയും കൊടുക്കുന്നുണ്ടാവില്ല. നിങ്ങൾ എന്താവശ്യം പറഞ്ഞുകൊണ്ട് ചെന്നാലും അവർ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം എപ്പോഴും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുമുണ്ടാകും. പിന്നൊരു കാര്യം നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ആവശ്യത്തിന് മാത്രമായിരിക്കും അവർ ബന്ധപ്പെടുന്നത്, നല്ല രീതിയിൽ പെരുമാറുന്നത്. അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്, നമ്മുടെ അടുത്തേക്ക് വരുന്നത്, നമ്മളെ കാണുന്നത്, സംസാരിക്കുന്നത് എല്ലാം. ആ സമയത്ത് അവർ വളരെ നല്ല രീതിയിലായിരിക്കും നമ്മളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം. അതുപോലെ തന്നെ അത് പലപ്പോഴും നിങ്ങൾക്കും വ്യക്തമായിരിക്കും. അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നതും സംസാരിക്കുന്നതും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി. ഇപ്പോൾ അവരുടെ ഒരു മെസ്സേജോ കോളോ മിസ്ഡ് കോളോ എന്ത് കാണുകയാണെങ്കിലും നിങ്ങൾ അവർ നമ്മളെ വിളിച്ചിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരിക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടാകും. അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അതിരുകളെയോ നിങ്ങളുടെ വികാരങ്ങളെയോ എന്തിനേറെ നിങ്ങളുടെ ആശങ്കകളെക്കുറിച്ച് പോലും ഒന്നും അവർ പരിഗണിക്കുകയോ അതിനെ മാനിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അവർക്കായിട്ട് നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞ് അതിലെന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പോരായ്മകൾ കണ്ടുപിടിച്ച് നിങ്ങളെ വിഷമിപ്പിക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ വികാരങ്ങൾക്കോ നിങ്ങളുടെ ആശങ്കകൾക്കോ ഒന്നും അവർ യാതൊരുവിധ മര്യാദയോ പരിഗണനയും തരികയില്ല. അടുത്ത കാര്യം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നേ ഉണ്ടാവില്ല. അതായത് അവരെപ്പോഴും ഞാൻ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ പോകും, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ വരും. അതല്ലാതെ അവർ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ അത്തരത്തിലൊരു ചിന്തയെ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. അവർ നിങ്ങൾ തീർത്തും മറ്റൊരു വ്യക്തിയായിട്ട് മാത്രമായിരിക്കും കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും ഞാൻ എന്നുള്ള ഒരു ചിന്ത അത് മനസ്സിൽ നിന്ന് മാറാതെ അതേ ഒരു മനോഭാവത്തിൽ തന്നെ എപ്പോഴും നിൽക്കുന്നത്. ഇത്തരം ആളുകൾ നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങളെ അന്വേഷിച്ചു വരുന്നതും നിങ്ങളോട് കൂട്ടുകൂടുന്നതും.
അടുത്ത എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോടും നല്ല രീതിയിൽ സംസാരിക്കും, നല്ല മധുരമായി സംസാരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാനോ എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കാനോ വേണ്ടിയിട്ടായിരിക്കും അവർ അത്തരത്തിൽ സംസാരിക്കുന്നത്. അതുകൂടാതെ സമ്മാനങ്ങളൊക്കെ അവർ വാഗ്ദാനം ചെയ്യും. ഞാൻ നിനക്ക് അങ്ങനെ ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയപ്പോൾ ഒരു കാര്യം കണ്ടിരുന്നു, അത് നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാം കേട്ടോ. പക്ഷെ അത് ഒരിക്കലും അവർ ചെയ്യുകയോ വാങ്ങിയിട്ട് വരികയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എപ്പോഴും ആ വാഗ്ദാനങ്ങളായിട്ട് തന്നെ നിൽക്കും. ഇനി അത് നൽകിയാൽ തന്നെ, ഇനി അവരെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ തന്നെ നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാം, അതൊന്നില്ലെങ്കിൽ അവർക്ക് എവിടെന്നെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയ എന്തെങ്കിലും ആയിരിക്കും, അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനമായിരിക്കും, അതും അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും എന്തെങ്കിലും ഡിസ്കൗണ്ട് കൂപ്പണോ അല്ലെങ്കിൽ അവർക്ക് സമ്മാനമായിട്ട് കിട്ടിയ സാധനം അവർ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അവർ നിങ്ങൾക്ക് തരുന്നത്. അതല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് ഒരു എഫേർട്ട് ഇട്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നൊരു ക്യാഷ് മുടക്കിയോ ഒരു കാര്യമോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അവർ തയ്യാറായിരിക്കില്ല. അടുത്തൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ചില സമയങ്ങളിൽ അവർ നിങ്ങളെ നല്ല രീതിയിൽ പുകഴ്ത്തി സംസാരിക്കും. അത്തരത്തിൽ അവർ സംസാരിക്കുന്നത് കണ്ടിട്ട് അതൊരു സത്യസന്ധമായ സ്നേഹബന്ധമാണെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. ഇതെല്ലാം നിങ്ങളെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ഒരു ആയുധമാക്കി എടുക്കാനായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ അത്തരത്തിൽ സംസാരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് സത്യസന്ധമായ അഭിപ്രായം പറയുകയും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അടുത്ത എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അല്ലെങ്കിൽ നിങ്ങളൊരു തർക്കത്തിൽ ഒരു പ്രശ്നത്തിലാണെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ പിന്തുണച്ചായിരിക്കില്ല നിൽക്കുന്നത്. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയായിരിക്കും അവർ പിന്തുണയ്ക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ അവരോടൊരു പ്രശ്നം പറയുകയാണെങ്കിലും അവരത് നിങ്ങളുടെ കുറ്റമായിട്ട് കണ്ട് നിങ്ങളെ ബ്ലെയിം ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവർ പോലും അറിയാതെ അവരുടെ സ്വഭാവമാണ് നിങ്ങൾക്ക് അവർ വ്യക്തമാക്കി തരുന്നത്. അല്ലെങ്കിൽ അവരെങ്ങനെയാണെന്നുള്ളത് അവർ പോലും അറിയാതെ അവർ പ്രകടിപ്പിക്കുകയാണ്. അടുത്ത കാര്യം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, അവരെപ്പോഴും അവരെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതായത് അവരൊരു സംഭവമാണ്, അവർ നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അത്തരത്തിൽ അവർ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ സീനിയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ ആയിരിക്കാം, നിങ്ങളുടെ സൂപ്പർവൈസർ ആയിരിക്കാം, അത്തരത്തിൽ ആരുമായിക്കോട്ടെ, അതവർ ഓർമ്മിപ്പിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. എന്നിട്ടും ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂട്ടത്തിൽ നിന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിലെല്ലാം അവരെ തന്നെ ഒരു സംഭവമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നിൻ്റെ ഒരു സീനിയറാണ്, എന്നിട്ടും ഞാൻ നിന്നോട് കൂട്ടുകൂടുന്നില്ലേ, അല്ലെങ്കിൽ എന്നിട്ടും ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ലേ, അല്ലെങ്കിൽ നീയൊക്കെ ഒരു വളരെ ലോ ക്ലാസ് ലോ ഇതിലുള്ള ആളാണ്, ഞാൻ എന്നിട്ടും നിൻ്റെ അടുത്ത് വരുന്നില്ലേ, നിന്നോട് സംസാരിക്കുന്നില്ലേ. അത്തരത്തിൽ അവരെ തന്നെ പുകഴ്ത്തി, അല്ലെങ്കിൽ ഞാൻ നിന്നോടൊന്നും സംസാരിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല, അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡെല്ലാം കാണിച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളെയും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, അവർ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു, എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നത് വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഞാൻ ഒരാളെ കണ്ടു പരിചയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ മനസ്സിലായി അവരങ്ങനെയുള്ള ഒരാളാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അവരെ വിലയിരുത്തി. അതും അല്ലെങ്കിൽ അവർ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞു, ഞാൻ അവർക്കത് ചെയ്തു കൊടുത്തത് വേറൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. അത്തരത്തിലെല്ലാം അവർ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഒരാളെ വിലയിരുത്തിയത് ആ രീതിയിലാണ് എന്നെല്ലാം അവർ വീമ്പ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ചിന്തിക്കണം. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ നിങ്ങളെയും ഏത് രീതിയിലായിരിക്കും കണ്ടിരിക്കുന്നത്, അവർ എത്തരത്തിലായിരിക്കും നിങ്ങളോട് അടുപ്പം കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതുപോലെ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാനോ നോ പറയാനോ കഴിയാത്ത വിധം ഒരു പ്ലീസിങ് പേഴ്സണായിട്ട് അവർ നിങ്ങളെ മാറ്റിയെടുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അടയാളങ്ങളെല്ലാം ഒരാൾ കാണിക്കുന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു വെൽ വിഷറാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരെ ഒബ്സർവ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ നിങ്ങളെ യൂസ് ചെയ്യാനായിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. താങ്ക് യു.